ഓക്കെ, അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് പി വേഴ്സസ് എൻ പി പ്രോബ്ലം ആണ്. അപ്പോൾ പി വേഴ്സസ് എൻ പി പ്രോബ്ലം പറയണേക്കാൾ മുൻപ് നമുക്ക് ഈ പി ആൻഡ് എൻ പി എന്ന് പറയുന്നത് എന്താണ്, കോംപ്ലക്സിറ്റി ക്ലാസ്സിൽ വരുന്ന പ്രോബ്ലം, അതായത് കുറച്ച് പ്രോബ്ലംസിന് അതിൻ്റെ ബുദ്ധിമുട്ടനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന രണ്ട് കാറ്റഗറിയാണ് എൻ പിയും പി പ്രോബ്ലം എന്നും പറയുന്നത്. അതിനു മുൻപ് ഈ കോംപ്ലക്സിറ്റി ക്ലാസ്സസിന് തന്നെ ട്രാക്റ്റബിളും ഇൻട്രാക്റ്റബിളായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലത്തിനെ രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ട്രാക്റ്റബിളും, അതായത് സോൾവ് ചെയ്യാൻ പറ്റുന്നതും സോൾവ് ചെയ്യാൻ പറ്റാത്തതും. അതിൽ ഒന്നാണ് ട്രാക്റ്റബിൾ ആൻഡ് ഇൻട്രാക്റ്റബിൾ. ട്രാക്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിൽ നമുക്കൊരു പ്രോഗ്രാം സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുക. ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺറീസണബിൾ എമൗണ്ട് ഓഫ് ടൈം ആയിരിക്കും ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എടുക്കുക. അതായത് ടൈം നന്നായിട്ട് പോവുകയും ചെയ്യും, നല്ല ടൈം കൺസ്യൂമിങ് ആയിരിക്കും, കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ അത് എക്സ്പോണൻഷ്യൽ ടൈമിലായിരിക്കും കൂടുതലും സോൾവ് ചെയ്യുക. അപ്പോൾ ഇതാണ് പ്രോബ്ലത്തിൻ്റെ രണ്ട് കാറ്റഗറീസ്, ട്രാക്റ്റബിളും ഇൻട്രാക്റ്റബിളും. ഓക്കെ, ഇനി എന്താണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ്. അതായത് കോംപ്ലക്സിറ്റിയോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിനെയാണ് നമ്മൾ കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയുക. അതെന്തിനാ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോബ്ലംസിനെ ഗ്രൂപ്പ് ചെയ്യാൻ, അതായത് അതിൻ്റെ ഒരു പ്രോബ്ലം എത്ര ടൈം എടുക്കണോ അത് സോൾവ് ചെയ്യാൻ, അല്ലെങ്കിൽ അത് എത്ര സ്പേസ് റിക്വയർഡ് ആണ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത പ്രോബ്ലംസിൻ്റെ ഒരു ക്ലാസ്സസിനെയാണ് എന്ത് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയുക. അതെന്താണ്, ലാസ്റ്റ് സൊല്യൂഷൻ വെരിഫൈ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ കോംപ്ലക്സിറ്റി ക്ലാസ്സസ്. അതിൽ വരണമെന്നാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി. കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നുണ്ടെങ്കിൽ, അതായത് കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ആവശ്യമായ റിസോഴ്സസിൻ്റെ സ്റ്റഡീസിനെയാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അതെന്തിനാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു അൽഗോരിതത്തിൻ്റെ സ്കേലബിലിറ്റിയും എഫിഷ്യൻസിയും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ കീ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് ഒന്ന് ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതായത് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ കമ്പ്യൂട്ടേഷണൽ ടൈം മെഷർ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ടൈം കോംപ്ലക്സിറ്റി യൂസ് ചെയ്യുന്നത്. സ്പേസ് കോംപ്ലക്സിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അതേപോലെ തന്നെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായ മെമ്മറി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എത്ര മെമ്മറി സ്പേസ് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമുണ്ട്, അതിനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൽ വരണ ഒന്നാണ് ഒരു കീ കോൺസെപ്റ്റാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതായത് പ്രോബ്ലംസിനെ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ ഡിഫിക്കൽറ്റിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാറ്റഗറീസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിനാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്താണെന്ന് പറഞ്ഞു, ഇൻട്രാക്റ്റബിൾ എന്താണെന്ന് പറഞ്ഞു. ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസിനെയാണ് ട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയാം. അതേപോലെ ഇൻട്രാക്റ്റബിൾ പ്രോബ്ലംസ് എന്ന് പറയുന്നത് എന്താണ്, അതായത് ട്രാക്റ്റബിൾ എന്ന് പറയുമ്പോൾ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസും, ഇൻട്രാക്റ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺറീസണബിൾ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ, അതാണ് ഇൻട്രാക്റ്റബിൾ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോംപ്ലക്സിറ്റി ക്ലാസ്സസ് പറഞ്ഞു. കോംപ്ലക്സിറ്റി ക്ലാസ് എന്താണ്, അതായത് കോംപ്ലക്സിറ്റിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിൻ്റെ സെറ്റാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയുന്നത്. അതായത് പ്രോബ്ലംസിന് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും ബേസ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാനാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് മെയിൻലി യൂസ് ചെയ്യുന്നത്. പിന്നെ കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി പറഞ്ഞു, അതായത് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്താണ്, കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള റിസോഴ്സസിൻ്റെ അല്ലെങ്കിൽ അതിനാവശ്യമായ റിസോഴ്സസിൻ്റെ സ്റ്റഡീസിനെയാണ് കമ്പ്യൂട്ടേഷണൽ കോംപ്ലക്സിറ്റി റെഫർ ചെയ്യേണ്ടത്. അതിൻ്റെ കീ കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, ടൈം കോംപ്ലക്സിറ്റി എന്താണെന്ന് പറഞ്ഞു, സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞു, പിന്നെ കോംപ്ലക്സിറ്റി ക്ലാസ്സസ് പറഞ്ഞു. ഓക്കെ, അപ്പോൾ കോംപ്ലക്സിറ്റി ക്ലാസ്സസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്താണ്, അതായത് പ്രോബ്ലംസിൻ്റെ കമ്പ്യൂട്ടേഷണൽ ഡിഫിക്കൽറ്റി അനുസരിച്ചിട്ട് പ്രോബ്ലംസിനെ നമ്മൾ കുറച്ച് കാറ്റഗറീസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറീസ് ഓഫ് ക്ലാസ്സസിനെയാണ് കോംപ്ലക്സിറ്റി ക്ലാസ്സസ് എന്ന് പറയുക. അപ്പോൾ ഇതിൽ വരുന്ന 4 കാറ്റഗറീസാണ് പി ക്ലാസ്, പിന്നെ എൻ പി ക്ലാസ്, എൻ പി കംപ്ലീറ്റ്, അല്ലെങ്കിൽ എൻ പി ഹാർഡ്. അതായത് ഇതിനെ പി പ്രോബ്ലം എന്നും പി ക്ലാസ് പ്രോബ്ലം എന്നും അല്ലെങ്കിൽ എൻ പി പ്രോബ്ലം എന്നും എൻ പി ക്ലാസ് പ്രോബ്ലം എന്നും പറയാറുണ്ട്. അപ്പോൾ പി പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനോമിയൽ ടൈമിൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. അതായത് പോളിനോമിയൽ ടൈമിൽ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പ്രോഗ്രാമിനും ഏതൊരു പ്രോബ്ലത്തിന് നമുക്ക് എന്ത് പറയാം, പി ക്ലാസ് പ്രോബ്ലം എന്ന് പറയാം. ഓക്കെ, അവിടെ എന്താണ്, പോളിനോമിയൽ ടൈമിലായിരിക്കും ആ സൊല്യൂഷൻ വെരിഫൈ ചെയ്യുന്നതും നമ്മൾ സോൾവ് ചെയ്യുന്നതും. അതാണ് പി ക്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത്. എൻ പി ക്ലാസ് പ്രോബ്ലം എന്ന് പറയുന്നത് പോളിനോമിയൽ ടൈമിൽ വെരിഫയബിൾ ആയിരിക്കും, പക്ഷേ അത് സോൾവ് ചെയ്യുന്നത് എന്തിലായിരിക്കും, എക്സ്പോണൻഷ്യൽ ടൈമിലായിരിക്കും. അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം അല്ലെങ്കിൽ എൻ പി പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം വെച്ചിട്ട്
എക്സ്പോണൻഷ്യൽ ടൈമിൽ സോൾവ് ചെയ്യാനും പോളിനോമിയൽ ടൈമിൽ വെരിഫൈ ചെയ്യാനും പറ്റുന്ന പ്രോബ്ലംസിനെയാണ് നമ്മൾ എന്ത് പറയുക, NP ക്ലാസ് പ്രോബ്ലം അല്ലെങ്കിൽ NP പ്രോബ്ലം എന്ന് പറയാം. അതേപോലെ തന്നെയാണ് NP കംപ്ലീറ്റും. NP കംപ്ലീറ്റ് എന്ന് പറയുന്നത് NPയിൽ തന്നെ ഒരു ഹാർഡസ്റ്റ് പ്രോബ്ലമാണ് NP കംപ്ലീറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. NP ഹാർഡ് എന്ന് പറയുന്നത് NP കംപ്ലീറ്റിനെ വെച്ച് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആസ് ഹാർഡ് ആസ് NP കംപ്ലീറ്റ് പ്രോബ്ലമാണ് എന്ത് NP ഹാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ P പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു. നമുക്ക് അതെന്താ P പ്രോബ്ലം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻറ്റ് അൽഗോരിതംസ് ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആണ്. ഓക്കെ. NP പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പോളിനോമിയൽ ടൈമിൽ വെരിഫൈ ചെയ്യാം, പക്ഷേ മേ ബി എക്സ്പോണൻഷ്യൽ ടൈമിലായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ സോൾവ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യാൻ ഒരു എക്സ്പോണൻഷ്യൽ ടൈം ഒരു എക്സ്പോണൻഷ്യൽ സ്പേസ് അതിന് ആവശ്യമുണ്ടായിരിക്കും. അതായത് ചിലപ്പോൾ ഒന്നോ അതിലധികം, അതായത് മൾട്ടിപ്പിൾ പോസിബിൾ സൊല്യൂഷൻസ് ഈ NP പ്രോബ്ലത്തിന് ഉണ്ടാവാം. ഓക്കെ. അതിൻ്റെ ഒരു ഫിഗറാണ് അല്ലെങ്കിൽ NP കോംപ്ലക്സിറ്റി ക്ലാസ്സിൻ്റെ ഒരു ഡയഗ്രാണ് അതിലുള്ളത്. അതിൽ NP ഹാർഡ്, NP കംപ്ലീറ്റ്, ഓൾ NP എന്താണ് NP കംപ്ലീറ്റ് എന്ന് പറയുന്നത് എന്താണ്, NP ഹാർഡും ആണ് NP ആണ്. ഓക്കെ. ഇനി P വേഴ്സസ് NP എന്താണെന്ന് നോക്കാം. P വേഴ്സസ് NP എന്ന് പറയുന്നത് എവറി ഡിസിഷൻ പ്രോബ്ലം ദാറ്റ് ഈസ് സോൾവബിൾ ബൈ എ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം അൽഗോരിതം ഈസ് ഓൾസോ സോൾവബിൾ ബൈ എ പോളിനോമിയൽ ടൈം നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം. അതായത് ഏതൊരു ഡിസിഷൻ പ്രോബ്ലവും ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ ടൈം വെച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് എന്തുകൂടിയായിരിക്കും, ഒരു ആ പ്രോഗ്രാം, അതായത് പോളിനോമിയൽ ടൈമിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു പ്രോഗ്രാം എന്തായിരിക്കും, ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം വെച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും പോളിനോമിയൽ ടൈമിൽ. ഓക്കെ. ഓൾ പ്രോബ്ലംസ് ഇൻ P ക്യാൻ ബി സോൾവ് വിത്ത് പോളിനോമിയൽ ടൈം അൽഗോരിതംസ്. അതായത് Pയിലുള്ള എല്ലാ പ്രോബ്ലത്തിനും നമുക്ക് എന്താ പോളിനോമിയൽ ടൈം അൽഗോരിതം വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞു. വേറസ് ഓൾ പ്രോബ്ലംസ് ഇൻ NP P ആർ ഇൻട്രാക്റ്റബിൾ. പക്ഷെ എന്താണ്, NP Pയിൽ വരുന്ന എല്ലാ പ്രോബ്ലംസ് എന്താണ്, ഇൻട്രാക്റ്റബിൾ ആണ്. അതായത് ഇൻട്രാക്റ്റബിൾ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു എന്താണ്, സോൾവ് ചെയ്യാൻ പറ്റാത്തത്. അതായത് അൺറീസണബിൾ എമൗണ്ട് ഓഫ് ടൈം എടുത്തിട്ടായിരിക്കും ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക. ഓക്കെ. ഇറ്റ് ഈസ് നോട്ട് നോൺ വെദർ P ഈക്വൽ ടു NP. നമുക്ക് ആർക്കും അറിയില്ല P ഈക്വൽ ടു NP ആണോ, അല്ലെങ്കിൽ അത് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല P ഈക്വൽ ടു NP ആണ്. ഓക്കെ. ഹൗവർ മെനി പ്രോബ്ലംസ് ആർ നോൺ ഇൻ NP വിത്ത് ദ പ്രോപ്പർട്ടി ദാറ്റ് if they belong to P then it can be proved that P equal to NP. ഓക്കെ. ഒരുപാട് പ്രോബ്ലംസ് നമുക്ക് ഒരുപാട് പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസും ഇതേപോലെ എന്താ P ഈക്വൽ ടു NP ആണോ എന്ന് പ്രൂവ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ആ ഒരു പ്രോപ്പർട്ടി ബിലോങ് ടു P ക്ലാസ് തന്നെയായിരിക്കും. പക്ഷേ എങ്കിലും എന്താണ്, നമുക്ക് ചിലപ്പോൾ പ്രൂവ് ചെയ്യാൻ പറ്റിയേക്കാം P ഈക്വൽ ടു NP ആണ്. ഓക്കെ. ആ ഒരു പ്രോബ്ലം ഇഫ് ദ പ്രോബ്ലം ബിലോങ്സ് ടു P എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് ആ പ്രോബ്ലം, അതായത് P ക്ലാസ് വെച്ച് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, ഓർ ആ ഒരു പ്രോബ്ലം P ക്ലാസ്സിന് അറ്റാച്ച്ഡ് ആണ് ഓർ ഈക്വൽ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് P ഈക്വൽ ടു NP ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇഫ് P നോട്ട് ഈക്വൽ ടു NP ആണെങ്കിൽ, അതായത് NPയിൽ പ്രോബ്ലംസ് ഉണ്ട്, അതായത് എയ്തർ P ആണോ അല്ലെങ്കിൽ NP ആണോ, NP കംപ്ലീറ്റ് ആണോ എന്ന് അറിയാത്ത കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഈ NPയിൽ. അതായത് നോൺ ഡിറ്റർമിനിസ്റ്റിക് പോളിനോമിയൽ എന്താ ക്ലാസ്സിൽ ആ ഒരു പ്രോബ്ലത്തിൽ. ഓക്കെ. P ഈക്വൽ ടു NP ആണെങ്കിൽ, അതായത് ചിലപ്പോൾ അത് Pയിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ NPയിൽ ഉണ്ടായിരിക്കാം. ഓക്കെ. അങ്ങനെ ഇപ്പോൾ ഒരു പ്രോബ്ലം P ക്ലാസ്സിന് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ, ആ പ്രോബ്ലം ബിലോങ്സ് ടു P ക്ലാസ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ ആ ഒരു പ്രോബ്ലം ബിലോങ്സ് ടു P ക്ലാസ് ആണെങ്കിൽ നമുക്കൊരു സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. കാരണം എന്താണ്, അത് പോളിനോമിയൽ ടൈമിൽ നമുക്ക് വെരിഫൈ ചെയ്യാനും സോൾവ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ ഒരു പ്രോബ്ലം NP ക്ലാസ്സിനാണ്, ഇപ്പോൾ ഇറ്റ് ബിലോങ്സ് ടു NP ക്ലാസ് ആണെങ്കിൽ നമുക്ക് എന്താണ് സൊല്യൂഷൻ ചെക്ക് ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും. പക്ഷെ എന്താണ്, ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ വെരിഫൈ ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കും, കാരണം അത് പോളിനോമിയൽ ടൈമിലായിരിക്കും വെരിഫൈ ചെയ്യുക. പക്ഷേ നമുക്കത് സോൾവ് ചെയ്യാൻ എന്താണ് എക്സ്പോണൻഷ്യൽ ടൈമിലാണ് NPയിൽ സോൾവ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചുകൂടി ടീഡിയസ് ആയിട്ട് നമുക്ക് തോന്നും. P വേഴ്സസ് NP പ്രോബ്ലം മെയിൻലി എന്താ ചോദിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് എവറി പ്രോബ്ലം, അതായത് ഒരു സൊല്യൂഷൻ, ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു സൊല്യൂഷൻ എത്ര ഫാസ്റ്റായിട്ടാണോ നമുക്ക് NP വെച്ച് വെരിഫൈ ചെയ്യാൻ പറ്റുന്നത് എന്നുണ്ടെങ്കിൽ, ആ സെയിം പ്രോബ്ലം തന്നെ നമുക്ക് എന്ത് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും, P ക്ലാസ് വെച്ചിട്ടും സോൾവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ P വേഴ്സസ് NP എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ പറയുന്നത്.
പി വേഴ്സസ് എൻ പി പ്രോബ്ലം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചില നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം പോളിനോമിയൽ ടൈമിലുള്ള ചില നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം എല്ലാ ലാംഗ്വേജും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഈ പി വേഴ്സസ് എൻ പി പ്രോബ്ലം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ് ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം പോളിനോമിയൽ ടൈമിൽ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പി വേഴ്സസ് എൻ പി എന്ന് പറയുന്ന കാര്യം ചെക്ക് ചെയ്യുന്നത്. അതായത് ഇൻ ജനറൽ പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലാംഗ്വേജും ഒരു നോൺ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം ഒരു പോളിനോമിയൽ ടൈമിൽ ആക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം ലാംഗ്വേജ് പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു സെയിം ലാംഗ്വേജ് പോളിനോമിയൽ ടൈമിൽ ഒരു ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം വെച്ചും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ പി വേഴ്സസ് എൻ പിയിൽ പറയുന്നത്.